നമ്മൾ പ്രേക്ഷകരാണെങ്കിൽ നമ്മൾ ഒന്ന് നിൽക്കണം. ഒരു വാർത്ത കാണുമ്പോൾ ഒരു വ്യൂ കൊടുക്കുന്നതിന് മുമ്പ് സ്ക്രീനിൽ കാണുന്നത് ഒരു തലക്കെട്ടാണ്. പക്ഷേ ആ തലക്കെട്ടിന് പിന്നിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഒരു കുടുംബമുണ്ടായിരുന്നു, ഒരു ജീവിതമുണ്ടായിരുന്നു. അപകടം സംഭവിച്ച ദിവസം മാധ്യമങ്ങൾ അവിടെ എത്തിയപ്പോൾ, ക്യാമറകൾ OTT ലൈവ് കണക്ഷൻ തുടങ്ങിയപ്പോൾ ഓരോ സീക്വൻസും സെൻസേഷനായിരുന്നു. വാർത്തകളുടെ തലക്കെട്ടുകൾ മണിക്കൂറുകൾ നിന്നു. ആ ദിവസം എല്ലാവർക്കും വേണ്ടത് ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു, ഒരു സെൻസേഷൻ ആയിരുന്നു, ഒരു വ്യൂ ഉണ്ടാവുക മാത്രമായിരുന്നു. പക്ഷേ അവൻ മരിച്ചതിന് ശേഷം ക്യാമറകൾ പോയി, മൈക്കുകൾ പോയി, വാർത്തകൾ അവസാനിച്ചു. അവിടെ ശേഷിച്ചത് ഒരു വീട്, ഒരു അമ്മ, ഒരു അച്ഛൻ, ഒരു ഭാര്യ, കുട്ടികളുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച കണ്ണീർ. അവർക്ക് ആരെങ്കിലും ചോദിക്കുമോ, നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു, നിങ്ങൾക്ക് സഹായം ലഭിച്ചോ, നിങ്ങൾക്ക് നീതി ലഭിച്ചോ, അർജുന് ഇൻഷുറൻസ് ലഭിച്ചോ, അപകടം ജോലി സമയത്തായിരുന്നു എങ്കിൽ കുടുംബത്തിന് അവകാശപ്പെട്ട സഹായം ലഭിച്ചു എന്ന് ഇത് ചോദിക്കാൻ ആരുമില്ല. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മാധ്യമങ്ങൾ മാത്രം മാറണമെന്നല്ല. മരണം വാർത്തയായി, മരണത്തിന് ശേഷമുള്ള ജീവിതം അവഗണിക്കപ്പെട്ടു. ഒരു വീഡിയോ കാണുമ്പോൾ അത് ഒരു മനുഷ്യന്റെ ജീവിതമാണെന്ന് ഓർക്കണം. വ്യൂസ് കൂട്ടാനല്ല, കണ്ണീർ കച്ചവടം ചെയ്യാനല്ല, മരണത്തെ വിനോദമാക്കാനല്ല. മരണം മാത്രമല്ല, മരണത്തിന് ശേഷമുള്ള ജീവിതവും വാർത്ത ആകണം. ഇത് ഒരു വീഡിയോ അല്ല, ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ മനുഷ്യരാണ് എന്ന്, നമ്മൾ മനുഷ്യരായി തന്നെ തുടരണമെന്ന്. അർജുനിന്റെ കുടുംബത്തെ ഓർക്കണം. അവർക്കു ലഭിക്കുന്ന സഹായവും ഇൻഷുറൻസ് ക്ലെയിമുകളും, സർക്കാർ പദ്ധതികൾ, നീതി ലഭിക്കുന്നതിന്റെ വഴികൾ. ഈ വാർത്തകൾ എല്ലാവർക്കും അറിയേണ്ടതാണ്. കൂടുതൽ പ്രേക്ഷകർ അറിഞ്ഞാൽ കുടുംബത്തെ സഹായിക്കാൻ അവർക്ക് സാധിക്കും. ആദ്യം നമ്മൾ വാർത്ത കാണുമ്പോൾ ആ മനുഷ്യനെ മനുഷ്യനായി കാണണം. തുടർന്നുള്ള ദൃശ്യങ്ങൾ പക്ഷേ അത് ഒരു സെൻസേഷണൽ കോണ്ടന്റ് ആയി ഉപയോഗിക്കരുത്. പ്രേക്ഷകർക്ക് ദുഃഖം തോന്നുന്ന രീതിയിൽ അവസാനം ആളുകൾ ചിന്തിക്കാൻ പ്രേരിപ്പിക്കണം. ഇത് ഒരു വീഡിയോ അല്ല, ഇത് ഒരു സന്ദേശമാണ്. അവസാനിക്കുന്നില്ല. നമ്മൾ മനുഷ്യരായി തുടരണം. മരണത്തെ ഒരു ന്യായവുമാക്കാതെ, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെയും അവഗണിക്കാതെ, കുടുംബങ്ങളെ മറക്കാതെ, സാമൂഹ്യവും വ്യക്തിപരവുമായ ഉത്തരവാദിത്വത്തോടെ നാം വാർത്ത കാണണം, നാം വാർത്ത നൽകണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്.